വടക്കാഞ്ചേരി എം.എൽ.എ. സേവ്യർ ചിറ്റിലപ്പള്ളിയുടെ ഇടപെടലുകളുടെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റ് പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തിയ ഫണ്ട് വിഹിതമായ 350 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പുതിയ ബ്ലോക്ക് നിർമ്മാണ ഉദ്ഘാടനം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി.എൻ. സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ വടക്കാഞ്ചേരി എം.എൽ.എ. സേവ്യർ ചിറ്റിലപ്പള്ളി നിർവഹിച്ചു. സദസ്സില് നമുക്കറിയാം, വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂളില് നമ്മുടെ അധ്യാപകരും വിദ്യാർത്ഥികളൊക്കെ ഉൾപ്പെടെ 32,000 പേരുണ്ട് എന്ന് നമുക്കറിയാം. ഇന്നത്തെ ദിവസം മാറ്റിയാൽ പിന്നെ അത് വീണ്ടും സംഘടിപ്പിച്ചെടുക്കുക ബുദ്ധിമുട്ടാണ്. നമ്മൾ പൂർവ്വ വിദ്യാർത്ഥികളും ഒക്കെ ആണെന്നുള്ളത് കൊണ്ട് ഇത് നമുക്ക് ഒരു പ്രത്യേക ചടങ്ങ് എന്ന രീതിയിൽ നമ്മൾ സംഘടിപ്പിക്കുന്നത് നിർമ്മാണം ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും കോൺക്രീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് നിർമ്മാണോദ്ഘാടനം നടത്തണമെന്നുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആകാംക്ഷ ആർക്കും ഇല്ല. പക്ഷെ കെട്ടിടത്തിൻ്റെ ചിത്രം ഇതാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അതെനിക്കും സാൻഡോ അല്ലെങ്കിൽ PWD ജോസർക്ക് അറിഞ്ഞിരുന്നത്. ഇത് പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പം ഇത് പുറത്തു വിടുക അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മളൊരു നിർമ്മിതി എന്നതുകൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഞാനൊന്നും ആവർത്തിക്കുന്നില്ല. വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹനൻ OR, PWD കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സന്തോഷ് കുമാർ TK, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുഹമ്മദ് ബഷീർ, ജമീല ബി ഷംസുദ്ദീൻ, നഗരസഭാ കൗൺസിലർ സന്ധ്യ കൊടക്കാടത്ത്, KD ബാഹുലയൻ മാസ്റ്റർ, കൃഷ്ണനുണ്ണി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ, വ്യാപാരി വ്യവസായി സമിതി ഏരിയ പ്രസിഡന്റ് EK കുമാരൻ, വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് പ്രസിഡന്റ് KV വത്സലകുമാർ, പ്രസ് ക്ലബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത്, പുഷ്പരാജൻ CU, അഡ്വക്കേറ്റ് NS മനോജ്, നിലീന KV, ലതീഷ് ആർനാഥ്, AM സീമ, സുനിത ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു.